റിച്ച് പേൾസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കോട്ടണിൽ തന്നെ വരുന്ന കുറച്ച് പ്രീമിയം കളക്ഷൻസ് കാണാം. കുറച്ച് നാൾ മുന്നേ നമ്മൾ ചെയ്തിരുന്നു ഈ ഒരു കോട്ടൺ സെറ്റുകൾ, കുറച്ചൊരു സാറ്റിൻ ഫിനിഷ് ഒക്കെ ഉള്ള സെറ്റുകൾ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ്, ഹാൻഡ് വർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള സെറ്റുകളാണ്. ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെറ്റ് കേട്ടോ, ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഇതിന്റെ ടോപ്പും ബോട്ടും നല്ലൊരു ഗ്ലേസ് കോട്ടൺ പോലെയുള്ള ഫാബ്രിക് ആണ്. ഈ ഒരു പോർഷനിലൊക്കെ നോക്കി ത്രെഡ് വർക്ക് ത്രൂ ഔട്ട് ഫ്രണ്ട് പോർഷനിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. നോട്ട്സ് ആണ്, കണ്ടില്ലേ? ഈ ഒരു പോർഷനിലൊക്കെ ബുള്ളിയൻ നോട്ട്സ് ആണ് വരുന്നത്. ലോവർ എൻഡിലേക്ക് വരുമ്പോൾ ഒരു ബോർഡേഴ്സ് പോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഷോള് നല്ല ഷിഫോൺ ഷോളാണ്, നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള ഷോളാണ്. ലേസ് പാച്ചിങ് വരുന്നുണ്ട്. ബോട്ടും ഈ ഒരു ഗ്ലേസ് കോട്ടണിൽ തന്നെ നല്ല കംഫർട്ടബിൾ കോട്ടൺ ആണ്. നന്നായിട്ട് ഈട് നിൽക്കുന്ന, നന്നായി ലാസ്റ്റ് ചെയ്യുന്ന സെറ്റുകളാണ് ഇതെല്ലാം കേട്ടോ. ഇതിലും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ബോട്ടമാണ്. പ്രൈസിന് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സെറ്റിന്റെ വ്യൂ വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് നമുക്ക് ആ ഒരു ത്രെഡ് വർക്കും അതൊക്കെ വരുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ. ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ്. ഇതുപോലെ തന്നെ കേട്ടോ, വർക്കൊക്കെ സെയിം ആണ്. സാറ്റിൻ കോട്ടണിൽ തന്നെ വരുന്ന നല്ല കംഫർട്ടബിൾ കോട്ടൺ ആണ്. ബോട്ടം വരുന്നതും ഇതേ സാറ്റിൻ കോട്ടണിൽ തന്നെ പ്രിന്റോട് കൂടിയിട്ട് ഷോൾ ഇങ്ങനെ ഷിഫോൺ ഷോൾ. നെക്സ്റ്റ് സെറ്റ് നോക്കിയേ, ഒരു റെഡ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന സെറ്റാണ് കേട്ടോ. ഇതിൽ ത്രൂ ഔട്ട് മെഷീൻ എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും വരുന്നുണ്ട്. സാറ്റിൻ കോട്ടൺ തന്നെ ത്രൂ ഔട്ട് ഈ ഒരു ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ബോട്ടം പീസിലും ഇതുപോലെ ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്. ഷിഫോൺ ദുപ്പട്ട വിത്ത് ലേസ് പാച്ചിങ്. ഇങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൽ ഓവറോൾ ആ ഒരു മെഷീൻ എംബ്രോയിഡറിയും വരുന്നുണ്ട്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ വരുമ്പോൾ നമുക്ക് എംബ്രോയിഡറി വർക്കില്ല, പ്രിന്റ് മാത്രമാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സെറ്റ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആയിട്ട്. ഇത് പ്യുർ കോട്ടൺ ആണ്, സാറ്റിൻ കോട്ടൺ അല്ല. ഇതിലിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട്സ് ആണ് പ്രിന്റും, ഒപ്പം തന്നെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഫ്രഞ്ച് നോട്ട്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ലോവർ എൻഡിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം. ഷോൾ ഇങ്ങനെ ഷിഫോൺ ഷോളാണ്, നല്ല ലെങ്ത് ഉണ്ട്. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു റെയർ യെല്ലോ ഷെയ്ഡ്. ബോട്ടവും ഇതുപോലെ തന്നെ പ്രിന്റഡ് കോട്ടൺ ആണ്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ത്രൂ ഔട്ട് ആ ഒരു ത്രെഡ് വർക്കും അതുപോലെ തന്നെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് പോലെ ത്രൂ ഔട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലോവർ എൻഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹെം ഏരിയയിലും ഇതുപോലെ ഒരു 4 ലൈൻസ് ആയിട്ട് ഇതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ ത്രെഡ് വർക്ക് ഇല്ല, പ്രിന്റ് മാത്രമായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നമുക്കൊരു ലാവൻഡർ വയലറ്റ് ആ ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു സെറ്റാണ്. ഇതെല്ലാം നമ്മുടെ കോട്ടൺ സെറ്റുകളാണ്, അതുകൊണ്ട് ക്യാമറയിൽ ചിലപ്പോൾ ഒരു ഗ്ലോ കാണാം. കോട്ടൺ സെറ്റുകൾക്കൊന്നും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഗ്ലോ ഉണ്ടാവില്ല. ഓൺലൈനിൽ നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ചിലപ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന അതേ ക്ലാരിറ്റി ചിലപ്പോൾ വരുമ്പോൾ ഉണ്ടായിന്ന് വരില്ല കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം ഓരോ ഡിവൈസിനനുസരിച്ച് കളർ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല സെറ്റാണ്. എന്താ പറയുക, കോട്ടണിന് വരുന്ന അതേ ഗുണങ്ങൾ, കോട്ടന്റെ ആ ഒരു ചിലപ്പോൾ ഷെയ്ഡിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതിനൊന്നും നമുക്ക് റിട്ടേൺ പോസിബിൾ അല്ല, മനസ്സിലാക്കുക. ഷോള് വരുന്നത് ഇങ്ങനെ ഷിഫോൺ ഷോള്, ബോട്ടവും ഇതുപോലെ തന്നെ പ്രിന്റഡ് കോട്ടൺ ആണ്. പ്രൈസിന് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതേ പാറ്റേൺ തന്നെ നമുക്ക് ഹാൻഡ് ബ്ലോക്സും ഒപ്പം തന്നെ ഈ നോട്ട്സ് വരുന്നുണ്ട് കേട്ടോ. ത്രെഡ് നോട്ട്സ് ത്രൂ ഔട്ട് വരുന്നുണ്ട്. അതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഷിഫോൺ ഷോള്, ത്രൂ ഔട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ്. ബോട്ടത്തിലും ഇതേപോലെ തന്നെ പ്രിന്റ് വരുന്ന ബോട്ടം. ഈ ഒരു കളക്ഷനിൽ വരുന്ന ലാസ്റ്റ് സെറ്റ് കേട്ടോ, നല്ലൊരു ലൈറ്റ് ഒലിവ് ഗ്രീനിൽ വരുന്ന ഷെയ്ഡാണ്. എല്ലാം നല്ല റെയർ ഷെയ്ഡ്സ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകൾ, ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള നല്ല കോട്ടൺ കളക്ഷൻസ് ആണ് കേട്ടോ. ഇന്നത്തെ സെറ്റുകൾ നമ്മൾ ഒരു 2-3 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല സെറ്റുകളാണ്. ചിലത് സാറ്റിൻ കോട്ടണിൽ വരുന്നതുണ്ട്, അതുപോലെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന സെറ്റുകളാണ്. നമുക്ക് സമ്മറിൽ കുറച്ചൊരു പ്രീമിയം ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് കണ്ടത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ചെറിയ കളർ ചേഞ്ചസ് ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെങ്കിൽ, കോട്ടൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് ക്യാമറയിൽ നമ്മളൊന്നും അഡീഷണൽ ഇഫക്റ്റ് ആഡ് ചെയ്യുന്നില്ലെങ്കിലും സ്ലൈറ്റ് വേരിയേഷൻസ് ഇൻ കളർ ഉണ്ടാവാം. അപ്പോൾ ഓരോ ഡിവൈസിനനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ അതിനൊന്നും റിട്ടേൺ പോസിബിൾ അല്ല. അപ്പോൾ ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.